നമസ്കാരം. നൗ ഇന്ത്യ ന്യൂസ് സാന്ത്വനം പരിപാടിയിലേക്ക് സ്വാഗതം. അരയോട് ചേർന്ന് ഇരു കാലുകളും മുറിച്ചു മാറ്റപ്പെട്ട ഒരു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ വെള്ളരിക്കുണ്ട് മാലോത്തെ CR അനിൽ എന്ന ചെറുപ്പക്കാരൻ്റെയും കലാകാരൻ്റെയും ജീവിതമാണിത്. അനിലിന് കൃത്രിമ കാല് സ്ഥാപിക്കണമെങ്കിൽ, ചെറിയൊരു കൂര പണിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഇത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നൊരു കഥയാണ്. കലയുടെയും ആഹ്ലാദത്തിൻ്റെയും ലോകത്തു നിന്നും രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കണ്ണീരിലേക്ക് വീണുപോയ ചെറുപ്പക്കാരൻ്റെ കഥ. മിമിക്രിയിലും കലാപ്രവർത്തനങ്ങളിലും നാടിൻ്റെ കയ്യടി നേടി വേദികളിൽ നിന്ന് വേദികളിലേക്ക് കുതിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി എത്തിയ മാരകമായ രോഗം ഇരുകാലുകളും നഷ്ടപ്പെടുത്തിയ യുവാവിൻ്റെ കഥയാണ്. നനച്ചിരിക്കാത്ത നിമിഷത്തിൽ മുറിച്ചു മാറ്റപ്പെട്ടു പോയ കാലുകൾക്ക് പകരം കൃത്രിമ കാല് നിർമ്മിക്കാൻ അയാൾക്ക് നിങ്ങളുടെ സഹായം വേണം. സ്വന്തമായി വീട് പോലുമില്ലാത്ത ആ പാവത്തിന് ഒരു കൂര നിർമ്മിച്ചു നൽകാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കണം. കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ വെള്ളരിക്കുണ്ട് മാലോത്തെ CR അനിൽ എന്ന മിമിക്രി കലാകാരൻ്റെ ജീവിതമാണിത്. ഒരു കാലത്ത് ഉത്സവ പറമ്പുകളെ തൻ്റെ മിമിക്രി മികവിലൂടെ ചിരിപ്പിച്ച അനിൽ ഇന്ന് ഇരുകാലുകളും മുറിച്ചു മാറ്റി ജീവിക്കാൻ പോലുമാവാതെ വീൽ ചെയറിലൂടെ നീങ്ങുകയാണ്. വയസ്സായ അമ്മയോടൊപ്പം സഹോദരിയുടെ വീട്ടിൽ കഴിയുകയാണ് അനിലിപ്പോൾ. സ്വന്തമായൊരു വീട് മാത്രമല്ല, എനിക്ക് സ്വന്തമായി ഒരു കാലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിക്കുകയാണ് അനിലിപ്പോൾ. താങ്ങും തണലുമാവേണ്ട മകന് ഈ വയസ്സാൻ കാലത്തും കൂട്ടിരിക്കുന്ന അമ്മയുടെ കണ്ണ് പലപ്പോഴും നിറയുന്നുണ്ട്. മകന് ഭക്ഷണം കൊടുത്തും അവൻ്റെ വീൽ ചെയർ തള്ളിയും ആ അമ്മ സങ്കടങ്ങളുടെ ലോകത്ത് ജീവിതത്തെ ജീവിച്ച് തീർക്കുകയാണ്. ഒരുപാട് വേദനകൾക്കിടയിലും മിമിക്രി അവതരിപ്പിക്കുമ്പോൾ അനിൽ ആ പഴയ അനിലായി മാറും. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ പങ്കെടുക്കാനും അവിടെ പരിപാടി അവതരിപ്പിക്കാനും കഴിഞ്ഞത് അനിലിന് വലിയ പോസിറ്റീവ് എനർജിയാണ് സമ്മാനിച്ചത്. മലബാർ സാഗരികയിലെ കലാകാരനായ അനിൽ സ്കൂൾ പഠനത്തിനു ശേഷം എക്സ്റേ വെൽഡിംഗ് കോഴ്സ് പഠിച്ച് ഗൾഫിലേക്ക് വിമാനം കയറി. അവിടെ 4 വർഷം ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും ഗൾഫിലേക്ക് പോകാനുള്ള യാത്രയ്ക്കിടയിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തളർന്നു വീഴുകയായിരുന്നു. ഉടനെ തൊട്ടടുത്ത ആശുപത്രിയിലെത്തിച്ചു. അവിടെ നിന്നും മംഗലാപുരത്തേക്ക് മാറ്റി. കാലുകളിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്കാണെന്നും രക്തയോട്ടം നിലച്ചിരിക്കുകയാണെന്നും ഡോക്ടർമാർ വിധി എഴുതി. സഹിക്കാൻ പറ്റാത്ത വേദനകൾക്കിടയിൽ അനിലിൻ്റെ ഗൾഫ് സ്വപ്നം തകർന്നു. പിന്നീട് നാട്ടിൽ ഓട്ടോ ഓടിച്ച് അച്ഛനെയും അമ്മയെയും നോക്കാൻ തുടങ്ങി. വേദന പിന്നീട് ചെറിയ മുറിവായി മാറി. മുറിവ് പിന്നെയും ആഴമുള്ളതായി മാറി. 4 വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ടു. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു, കാല് മുറിച്ചു മാറ്റിയാലേ രക്ഷയുള്ളൂവെന്ന്. കൂട്ടുകാരും കുടുംബക്കാരും പകച്ചു പോയപ്പോൾ ചിരിച്ചുകൊണ്ട് അനിൽ പറഞ്ഞു, സാരമില്ലെന്നേ, ഒരു കാലല്ലേ മുറിക്കുന്നുള്ളൂ, നമുക്ക് മറ്റൊരു കാലുണ്ടല്ലോ. പക്ഷെ ദുരന്തം പിന്നെയും അനിലിനെ വേട്ടയാടി. അടുത്ത കാലും മുറിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇന്ന് അനിലിന് 2 കാലുകളുമില്ല. മുട്ടിനു മീതെ നിന്നല്ല, അരയോട് ചേർന്ന് മുറിച്ചു മാറ്റിയിരിക്കുകയാണ് 2 കാലുകളും. മറ്റു കൃത്രിമ കാലുകൾ വെക്കുന്നത് പോലെ ഇത് വെക്കാനാവില്ല. അതിന് പ്രത്യേക സംവിധാനം ആവശ്യമാണ്. കൃത്രിമക്കാലിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വില 3.5 ലക്ഷം രൂപയാണ്. തുടർന്നങ്ങോട്ട് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. ചികിത്സയിലായിരിക്കെ അനിലിൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ മരണം വലിയ ആഘാതമായി. അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ആശുപത്രി കിടക്കയിലായിരുന്നു അപ്പോൾ അനിൽ. ഒരുപാട് നോവുകൾക്കിടയിലും അനിലിൻ്റെ മുഖത്ത് സദാ പുഞ്ചിരിയാണ്. സ്വന്തമായി കാലും സ്വന്തമായൊരു വീടും എൻ്റെ വലിയ സ്വപ്നമാണെന്ന് പറയുമ്പോൾ എല്ലാം കേട്ട് കണ്ണീരോട് അപ്പുറത്തിരിക്കുന്നുണ്ട് അനിലിൻ്റെ 75 വയസ്സുള്ള അമ്മ. ഞാൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവിന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. കൊതിയിൽ പഠിച്ച് കയലിക്ക് ബലിയർപ്പിച്ച ആ മഹാനുഭാവന് ഒരു നോക്ക് കണ്ടോളൂ, ആരും ചിരിക്കരുതേ. അടുത്ത പൃഥ്വിരാജ് സാറിൻ്റെ ഒരു വോയിസ് ശ്രദ്ധിക്കുക. എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചൻ്റെ മോള് ചന്ദ്രിക
നീ എന്നതാണ് കരുതിയേ? നീ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ ഒരു കാറിന്റെ അറ്റത്ത് തൂങ്ങി ആടുമെന്നോ? അങ്ങനെ ഒരു കുരുക്കിടുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും കാണും മോളെ. മരിക്കാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്.